ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും 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 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഞങ്ങൾക്ക് ഇന്ന് 3 ചക്ക ഇട്ട് ഗായ്സ്. 3 ചക്ക, ഒന്ന് അമ്രുവിന്, ഒന്ന് എനിക്ക്, ഒന്ന് അമ്മയ്ക്ക്. അപ്പോ നിങ്ങൾ ഈ കൊച്ചെന്താ ചക്ക ഇല്ലാത്ത നാട്ടിൽ നിന്നാണോ വരുന്നത്? അല്ല ഗായ്സ്, ഞങ്ങൾക്ക് ഇത്തവണ ചക്ക ഒന്നും കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. ചക്ക മാങ്ങയൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോ ഇത് ഉമ്മ ഇന്ന് വളരെ സാഹസികമായി കൊണ്ടുവന്ന ചക്കയാണ്. പാലം വയ്ക്കാൻ പോയപ്പം അവിടുത്തെ ചേച്ചി തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ചോദിച്ചിട്ടാണ് തന്നത്. ഞാൻ ഉമ്മയോട് പ്രത്യേകം നേരത്തെ പറഞ്ഞു വെച്ചിട്ടാണ് ചെന്ന് ഒന്ന് ചോദിച്ചു നോക്കി. ചിലപ്പോൾ കിട്ടിയത് കാരണം ചക്ക കഴിക്കാൻ അത്ര ആഗ്രഹം വന്നു ഗൈസ്. അപ്പോൾ കിട്ടാത്തവർക്കല്ലേ അതിന്റെ വില മനസ്സിലാവും. അപ്പോൾ ചക്ക കിട്ടിയ ഭയങ്കര സന്തോഷം. അമ്രൂസ് ചക്ക ഇതുവരെ കഴിച്ചിട്ടില്ല. ജനിച്ചതിന് ശേഷം ആള് ചക്ക കഴിച്ചിട്ടില്ല. അപ്പോൾ അമ്രൂസിനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ ഇന്ന് ചക്കയൊക്കെ വെച്ച് നല്ല അടിപൊളി കുക്കിംഗ് ഒക്കെ ആവാന്ന് വെച്ചു. അപ്പോ ഉമ്മി ചക്ക എല്ലാം എടുത്ത് അകത്ത് കൊണ്ടുവന്നു. അപ്പോഴേക്കും നല്ല മഴയൊക്കെ പെയ്തിട്ടോ, പുറത്ത് നല്ല മഴ. അപ്പൊ അമ്രൂസ് ചക്കയ്ക്ക് കാവലിരിക്കുകയാണ്. വെട്ടാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ആയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്, ചക്ക വെട്ടിപ്പൊളിച്ചെടുക്കാനായിട്ട്. അപ്പൊ അമ്രൂസ് അതിന്റെ കാവൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഫുഡ് പോലും കഴിക്കാതെ ചക്ക തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പുറത്ത് നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മഴയും ചക്കയും. എന്താ കോമ്പിനേഷൻ അല്ലേ? അപ്പോ ചക്ക ഒന്ന് റെഡിയാക്കുമ്പോഴത്തേക്കിന് ഉമ്മി ചക്ക റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കിന് ഞാനൊരു രസം ഉണ്ടാക്കാന്ന് വെച്ചപ്പോൾ എന്റേതായ രീതിയിൽ ഞാനൊരു രസം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു അര ടീസ്പൂണ്, അര വേണ്ട 1/4 മതി കേട്ടോ, ഉലുവ, പിന്നെ കുറച്ച് 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പൊ ഇത്രയും കൂടി ഇടിക്കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കണം. ചതച്ചൊന്ന് പൊട്ടി വരാനേ പാടുള്ളൂ. ഈ കുരുമുളകൊക്കെ ഒന്ന് പൊട്ടി വരാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. എന്നാലേ ഇതിന്റെ മണം ശരിക്കും വരത്തുള്ളൂ. അപ്പൊ കുരുമുളക് കുറച്ച് ഒരുപാട് ഇട്ടാലും ക്വാണ്ടിറ്റി അളവ് വെച്ചാൽ ഒത്തിരി അങ്ങനെ ഇടരുത്. കുറച്ച് ആവശ്യത്തിന് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി വേണം, പിന്നെ കടുവറുക്കാനുള്ള ഐറ്റംസ് ഇത്ര മതി. പിന്നെ ഒരു ലഡു വലിപ്പത്തില് നമ്മുടെ പിഴുപുളി ഇല്ലേ, അത് നമ്മള് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇത്രയും ഐറ്റംസ് മതി കേട്ടോ. പിന്നെ നമുക്ക് നേരെ ഞങ്ങൾ ഈ മൺകുടത്തിലാണ്, ചെറിയ കലമുണ്ടല്ലോ, അതിലാണ് രസം വെക്കുന്നത്. ഏകദേശം എല്ലാ വീട്ടിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോ ആദ്യം ചട്ടി ചൂടാക്കാൻ വെച്ചു. മൺചട്ടി അല്ലെങ്കിൽ മൺകുടം, മൺകലം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ചൂടായി, ഒരുപാട് ചൂടാവണ്ട, ചട്ടി പൊട്ടിത്തെറിക്കും. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുക് താളിക്കലാണ് പരിപാടി. ചെറിയുള്ളി അരിഞ്ഞതിട്ടു. അത് ഒരുപാട് മൂപ്പിക്കേണ്ടായിട്ടോ, കാരണം നമ്മൾ മറ്റ് ഐറ്റംസ് എല്ലാം കൂടി ഇടുമ്പോഴത്തേക്കിനും ഇത് മൂത്തൊരു കരിഞ്ഞ സ്മെല്ലും ആ ഒരു ടേസ്റ്റ് ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിനും ഞാനിതിലേക്ക് അതിനു മുമ്പ് കടുകിട്ടായിരുന്നു ഗൈസ്, ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പൊ കടുകിട്ടു. കടുകിട്ടിട്ട് നമ്മൾ ചെറിയുള്ളി, കടുക് പൊട്ടിക്കഴിഞ്ഞ് ചെറിയുള്ളിയാണ് ഇട്ടത്. ചെറിയുള്ളി അരിഞ്ഞതിട്ടു. എന്നിട്ട് അതൊന്ന് ഒരുപാട് മൂപ്പിക്കണ്ട. മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ടു. പിന്നെ അപ്പോഴേക്കും എല്ലാം ഒന്ന് പൊട്ടിത്തെറിച്ചു കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് വറ്റൽമുളക് ഇട്ടു. 2 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഇടിച്ച് ചതച്ച് വെച്ച ഐറ്റംസ് ഇല്ലേ, അതും കൂടി ഇട്ടപ്പോഴത്തേക്കിന് ഭയങ്കര മണമായി കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാല് ഇതിലേക്ക് തക്കാളി ഇട്ടു. ഒരു തക്കാളിയാണ്. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട്, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട്. പേരിന് മാത്രമാണ് മുളക് പൊടി. കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും ഒക്കെ ഒരു എരിവുള്ളത് കൊണ്ട് ഒരുപാട് മുളക് പൊടിയൊന്നും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചിലർ രസത്തിൽ മുളക് പൊടി ഇടും, ചിലർ ഇടില്ല എന്ന് തോന്നുന്നു. നമ്മൾ നന്നായിട്ട് ഇതിന്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വരട്ടി കൊടുത്തിട്ട് പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. നല്ല പിഴിഞ്ഞ് പുളിയൊക്കെ നല്ല കുതിർന്ന് വന്ന അതിൽ ആ പുളിവെള്ളം മാത്രമാണ് നമ്മളിതിൽ പിഴിഞ്ഞൊഴിച്ചത്. അത് നന്നായിട്ട് ചൂടാക്കി വരുമ്പോഴത്തേക്കിന് കായം, മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കായമാണ്. അപ്പൊ കായം ഇവിടെയൊക്കെ നല്ല രീതിയിൽ കായം, ഉപ്പും പുളിയൊക്കെ ഇടുക കേട്ടോ. അപ്പം ഇത് നമുക്ക് ദഹനത്തിനും വളരെ നല്ലതാണല്ലോ രസം. രസം ഒരു ഔഷധം കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ വെച്ച് യൂസ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ആവശ്യത്തിന് നല്ല രീതിക്ക് ഞാൻ കായം ഇട്ടു കേട്ടോ. പിന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. രസം വെക്കാൻ ആർക്കറിയത്തെന്നുള്ളല്ലോ. അപ്പം ആവശ്യത്തിന് കായം ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ ഇത് നല്ല വരണം, നല്ല തിളച്ച് വരണം. പിന്നെ തിളച്ച് വരുമ്പോഴാണ് ഇതിന്റെ സത്ത് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും ഇതിന്റെ എഫക്റ്റ് ഇങ്ങനെ കൂടി വരും. നമ്മുടെ ഇവിടെയൊക്കെ ഒരാഴ്ച വരെയൊക്കെ രസം ഓടും കേട്ടോ. അത്ര രസത്തിന് ഇവിടെ ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ രസം അവിടെ റെഡിയായി. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഉമ്മി ചക്ക എല്ലാം വെട്ടി പൊളിച്ചു. അപ്പം ചെറിയ ചക്കയാണെങ്കിലും അത്യാവശ്യം ചുളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ ഇന്നത്തേക്ക് എടുത്തിട്ട് ബാക്കി മാറ്റി ഫ്രിഡ്ജിൽ വെക്കാം. കാരണം നമുക്ക് എപ്പോഴും കിട്ടുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ എല്ലാവരും ചക്കയൊക്കെ ഇവിടങ്ങളിൽ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ബാക്കി വന്നായിരുന്നു. അപ്പോൾ ഇത്തവണ പിന്നെ പൊതുവേ വിളവ് കുറവായിരുന്നു എന്ന് തോന്നുന്നു. ചക്കയുടെ അവൈലബിലിറ്റി കുറവായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും നമ്മൾ കണ്ടില്ല. അപ്പം
ശരിക്കും പറഞ്ഞാല് മുമ്പൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വീട്ടിലെടുത്താൽ അതിന്റെ പകുതിയൊക്കെ തരുമായിരുന്നു. ഇതിപ്പോ ഇല്ല, മഴയൊക്കെ ആയതുകൊണ്ട് ഇതിന്റെ ചക്കയ്ക്ക് ഡിമാൻഡ് ഇപ്പൊ കൂടുതലാണല്ലോ ഇപ്പൊ. അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. എന്തായാലും നമ്മൾ കിട്ടിയത് വെച്ചിട്ട് അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ചക്ക ശരിക്കും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച, ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ചക്ക കിട്ടുമോ കിട്ടുമോ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ചക്ക കിട്ടി. പിന്നെ വളരെ പെട്ടെന്നായിരുന്നു. അപ്പം ഉമ്മി കുറേ ലേറ്റ് ആയി കേട്ടോ, ചക്കയൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ അപ്പോഴത്തേക്കും ഞാൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഞാനും അമൃസും ഇരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് പോലും ഞങ്ങൾക്ക് വിശന്ന് കുടല് കഴിഞ്ഞു. അത് ലാസ്റ്റ് ആണ് പിന്നെ ചക്ക റെഡിയായത്. പെട്ടെന്ന് തന്നെ ചക്ക റെഡിയായി. അപ്പോൾ ചക്ക ഞങ്ങൾ പിന്നെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് മീൻ മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ മീൻ വറുത്തതുണ്ടായിരുന്നു. പിന്നെ തേങ്ങ അരച്ച മീൻകറിയാണ്. അപ്പൊ അതും കുറച്ച് സൈഡിൽ ഒഴിച്ചിട്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ചക്കയ്ക്ക്. ഞാനതിൽ ഇങ്ങനെ ഒരു തുളയിട്ടു. ഞങ്ങൾ കൊച്ചുനാൾ മുതൽ ഇങ്ങനെയാണ് കഴിക്കുന്നത്. തുളയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒരിത്തിരി തൂകി കൊടുത്തു. എന്നിട്ട് അതിങ്ങനെ തൊട്ട് മീൻകറിയായിട്ട് കഴിക്കുമ്പോൾ എൻ്റെ മക്കളെ, സോറി ഗൈസ്, ഇവിടെ ചക്ക കഴിക്കാത്ത, ഈ വർഷം ചക്ക കഴിക്കാത്തവരുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുന്നു. ഒരുപാട് ആസ്വദിച്ചാണ് ഇന്ന് ഞങ്ങൾ ചക്ക കഴിച്ചത്. അപ്പോൾ ഈ പ്രവാസികളൊക്കെ, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ ശരിക്കും എല്ലാ വർഷവും ലീവിന് വരുമ്പോഴൊക്കെ ചക്ക ചോദിക്കും. അപ്പം നമ്മുടെ കുഴപ്പമല്ലല്ലോ, ചക്കയുടെ സീസൺ അല്ലാത്തത് കൊണ്ട് ചക്ക കിട്ടാറില്ല. അപ്പോൾ ഇത് എൻ്റെ പ്രിയപ്പെട്ട ഡാഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോറി. അപ്പൊ അമൃത് ആദ്യമായിട്ടാണ് ഒരു ചക്ക കഴിക്കുന്നത്. അമൃത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ശരിക്കും ജഡ്ജിയൊക്കെ ചെയ്യുന്നത് പോലെയൊക്കെ അമൃത് ചക്കയൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ ചമ്മന്തി കൂടി കൂട്ടി ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ ഇതിൽ രസവും കൂടി ഒഴിച്ചിട്ടാണ് കഴിച്ചത്. അപ്പം ആ കയ്പിന്റെ വെപ്രാളവും ആ ഒരു ടേസ്റ്റിൻ്റെ ഇതൊക്കെ കൊണ്ട് ശരിക്കും ബാക്കി വീഡിയോസ് ഒന്നും ചോറൊന്നും കൂടി കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റില്ല. എന്തായാലും അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിച്ചു. നല്ലതായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ഈ പഴമയിലേക്ക് തിരിഞ്ഞു പോകുന്ന ഇതിൻ്റെ ഒന്നും അത് ആസ്വദിക്കാത്തവർ, ഇഷ്ടപ്പെടാത്തവരുണ്ടോ എനിക്കറിയില്ല. എന്തായാലും അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ചക്കക്കഥ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരണം. പിന്നെ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ്, നിങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ടെത്തിക്കുമോ? എങ്കിലും മാത്രമല്ലേ ഞങ്ങൾക്ക് ഇനി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റൂ. നമ്മൾ ഇടയ്ക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാണ്. പിന്നെ നിങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്തു. അപ്പം ഞാൻ കണ്ടന്റ് ഇല്ലാതെ സത്യം പറഞ്ഞാൽ ഇന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്ക് ചക്ക കിട്ടിയത്. അപ്പം ഇന്ന് ചക്കയുടെ കഥയാവാന്ന് വെച്ചു. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പം ഒരു കമൻ്റ് ആയാലും 2 കമൻ്റ് ആയാലും കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെ ഓർക്കുന്നുണ്ടല്ലോ എന്നറിയുന്നതിൽ, ഞങ്ങളെ കാണുന്നുണ്ടല്ലോ എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളൊക്കെ ഇത് വീഡിയോ കണ്ടിട്ട് മാത്രം പോവാതെ ലൈക്കൊക്കെ തന്ന് കമൻ്റൊക്കെ ചെയ്ത് പോകും ഗൈസ്. പിന്നെ പറയേണ്ടതില്ലല്ലോ, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടിപൊളി കിടക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.